ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഷാരി ആണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. കൂടെ രൂപയുണ്ട് കേട്ടോ. ഷാരി രൂപയെടുത്ത് പറയുന്നുണ്ട്, എനിക്കറിയില്ല രൂപേ, ഇപ്പൊ സമയം രാത്രിയായി, ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരവും പോലീസുകാർക്കും കിരൺ മോനും ആർക്കും കിട്ടിയിട്ടില്ല. അവൾക്ക് എന്തോ അപകടം പറ്റിയ പോലെയാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുണ്ട്. തൊട്ടടുത്ത് താരയുണ്ട്. താര ആകെ കരയാട്ടോ. താരയും രൂപയെടുത്ത് പറയുന്നുണ്ട് അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് രൂപയെടുത്ത് പറയാണ്. രൂപ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല അവള് തന്നെ മനസ്സിനെ കട്ടിയുള്ള പെണ്ണാണ്. മനസ്സിൽ ഇത്രയും കട്ടിയുള്ള പെണ്ണുങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവളെ അങ്ങനെ അത്ര വലിയ വിഡ്ഢിയൊന്നും അല്ല എന്ന് പറയുമ്പോ ഷാരി പറയുന്നുണ്ട്, ഇല്ല രൂപേ, നീ വിചാരിക്കുന്ന പോലെ അല്ല അവൾ എന്തോ ഒരു കടുങ്കൈ ചെയ്തിട്ട് എന്റെ മനസ്സ് പറയാണ് എന്ന് പറയണം. അപ്പോഴേക്കും രൂപക്കുറിച്ച് സംശയം തോന്നണം. കാരണം സമയം ഇത്രയായി, ആരും അന്വേഷിച്ചിട്ട് ഒരു വിവരവും ഇതുവരെ കേട്ടിട്ടില്ല. അതേസമയം പിന്നീട് കാണിക്കുന്ന സരയുനെയാണ്. സരയു അങ്ങനെ ആ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്നിട്ട് കടലിലേക്ക് ചാടാൻ പോകുന്ന ആ ഒരു ഭാഗം, അതായത് കടലിലേക്ക് ചാടിയോ ചാടിയില്ലേ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗം വീണ്ടും പ്രൊമോയില് കാണിക്കുന്നുണ്ട്. മിക്കവാറും സരയു മിക്കവാറും ചാടി കാണുമായിരിക്കും. ചാടിയിട്ട് എവിടെയാന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല, അത് പ്രൊമോയില് കാണിച്ചില്ല. എന്നാലും സരയു ചാടിയെന്ന രീതി തന്നെയാണ് കാണിക്കുന്നത്. രണ്ടമ്മമാരും പറയുന്നുണ്ട് രൂപയെടുത്ത് അവൾക്ക് എന്തോ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അവൾ എന്തോ കടുങ്കൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് പറയാട്ടോ. രൂപക്കും പിന്നീട് പതുക്കെ സംശയം തോന്നി തുടങ്ങണം. അതെ, ഇനി സരയു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നൊരു സംശയം. അതുപോലെ തന്നെ മനോഹറിന്റെ ലാസ്റ്റ് ദിവസമാണ് നാളെ. മനോഹർ അങ്ങനെ ജയിലിലേക്ക് പോകാൻ പോവാണ്. രാവിലെ തന്നെ മനോഹർ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ മരിയ പറയുന്നുണ്ട്, ആ നീ നേരത്തെ റെഡിയായോ? അതെ, നമ്മൾ ഇന്ന് പോകല്ലേ 4 മണിക്ക് ഫ്ലൈറ്റില്. അതെ അതെ എന്ന് പറയാണ്. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ഓ ഇറങ്ങാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോഹറും മരിയയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നിലത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മനോഹറിനെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ അവിടെ നിൽക്കുക കേട്ടോ. പോലീസിനെ കാണും മനോഹർ ആകെ ഷോക്ക് ആവാണ്. മരിയ പുച്ഛത്തോടെ മനോഹറിനെ നോക്കി ചിരിക്കുന്നുണ്ട്. മനോഹറിന് അപ്പൊ തന്നെ സംശയം തോന്നുവാ കേട്ടോ. മനോഹർ ഇവരെന്താ ഇവിടെ എന്നൊക്കെ പറയാൻ വിക്കി ചോദിക്കാണ്, നിന്നെ കാണാൻ വേണ്ടി വന്നതാടാ എന്ന് പറയാൻ പോലീസുകാർ പറഞ്ഞു, ഹോ മനോഹരൻ അല്ലേ, ശരിക്കുള്ള പേരെന്താണ് നിന്റെ? അത് മനു എന്നാണ്. മനോഹറിന്റെ ഒറിജിനൽ പേര് മുരുകൻ, മുരുകൻ. അതല്ലേടാ നിന്റെ വിചാരം എന്താടാ? ഇവൾക്കൊന്നും അറിയില്ലെന്നാണോ? നീ ഇവിടെ ഉണ്ടെന്നും നീ ഇവിടെ കുടുക്കിയതെല്ലാം തന്നെ നിന്റെ ഇപ്പോഴത്തെ ഈ കാമുകിയായിട്ടുള്ള ഇവള് തന്നെയാണ് മരിയ എന്ന് പറയുമ്പോ മരിയയുടെ മുഖത്തേക്ക് നോക്കുമ്പോ മരിയ പറയുന്നുണ്ട്, എടാ നീ എന്താണ് വിചാരിച്ചത് പെണ്ണുങ്ങളെല്ലാം മണ്ടിമാരാണെന്നോ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അടി മരിയ തന്നെ കൊടുക്കാട്ട്. പോലീസ് പറഞ്ഞു, ഒന്നല്ല എത്ര വേണമെങ്കിലും കൊടുത്തോ, ഇവൻ ജയിലിൽ പോയി കിടന്നാ നിങ്ങക്ക് പിന്നെ അടി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ മനോഹറിന്റെ അപ്പുറത്തെ കവിളിൽ മരിയ അടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെല്ലാരും കൂടി ചേർന്നിട്ട് മനോഹറിനെ അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോകാൻ വേണ്ടി പോകുക കേട്ടോ. അതേസമയം ജയിലിലേക്ക് നമ്മുടെ മനോഹറിനെ അവിടെ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ മനോഹറിനെ കയറ്റാനായിട്ട്. മനോഹറിനെ നാണം കെടുത്തണ്ട പത്രക്കാരും ടിവിക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. മനോഹറിനെ കുറിച്ച് വലിയ വാർത്തയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് ഒരു പെണ്ണുപിടിയൻ അല്ലെങ്കിൽ കല്യാണ വീരനെ പൂ കൊടുത്ത് ഇങ്ങനെ സ്വീകരിച്ച് നമ്മുടെ ജയിലിലേക്ക് കയറ്റണ ആ ഒരു ഭാഗം എടുക്കാൻ വേണ്ടി. അപ്പൊ കല്യാണിയും കിണ്ണും കൂടി മനോഹറിനെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ കുറെ പെണ്ണുങ്ങളെ വരുത്തി നിർത്തിയേക്കാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. മനോഹർ വരുമ്പോ തന്നെ ആ പൂക്കളൊക്കെ എടുത്തിട്ട് മനോഹറിന്റെ കാലിലേക്ക് ഇട്ട് കൊടുക്കണം. മനോഹറിനെ മനസ്സിലായി മനോഹറിനെ ആക്കുകയാണെന്ന് എല്ലാരും കണ്ട് പൊട്ടിച്ചിരിക്കുന്നത്. മനോഹർ ആകെ നാണം കെട്ട് പോകാട്ടോ. ശേഷം നമ്മുടെ പോലീസുകാരന് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണ്ടടാ, നീ കണ്ണു തുറന്ന് നോക്ക്, നിന്റെ റൈറ്റ് സൈഡിലുള്ള പെണ്ണുങ്ങളെ നീ നോക്കിക്കാൻ നിനക്ക് വല്ല പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആദ്യം ജുബാനയാണ് വരുന്നത്. അതിനുശേഷം മരിയുണ്ട്, പിന്നെ നമ്മുടെ നിധയുണ്ട്, അങ്ങനെ പിന്നെ കല്യാണി നിപ്പുണ്ട്. അങ്ങനെ മനോഹർ നിശയുണ്ട്. മനോഹർ പറ്റിച്ച പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കും കേട്ടോ. മനോഹറിന് എന്ത് പറയണമെന്നല്ല. മുരുകൻ, നിന്റെ കഥ ഇതോടെ തീർന്നടാ, ഇനി കോടതി തീരുമാനിക്കും നിനക്ക് എന്ത് വേണമെന്ന്. നീ എന്തായാലും പുറം ലോകം കാണാൻ പോണൊന്നുമില്ല. പിന്നെ സരയു, അവളും കൂടി ഇവിടെ വരേണ്ടതായിരുന്നു, പക്ഷെ അവളെ കണ്ടു കിട്ടിയില്ലടാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അതും കൂടി നിന്റെ തലയെ വെച്ച് കെട്ടു ഞങ്ങള് എന്ന് പറഞ്ഞ് മനോഹറിനെ ജയിലിനുള്ളിലേക്ക് ആക്കുകയാണ്. ജയിലിലേക്ക് കിടക്കുന്ന മനോഹർ, ഷു എന്തൊരു അവസ്ഥയത്, എല്ലാം തീർന്നു. ആ വൃത്തികെട്ടവള് മരിയ, അവളുടെ പ്ലാൻ ഇതാണെന്ന് അറിഞ്ഞില്ലല്ലോ താൻ എന്നൊക്കെ വിചാരിച്ചിട്ട് മനോഹർ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ മരിയ വരുവാണ്. മനോഹർ പതുക്കെ തല പൊക്കി നോക്കുമ്പോഴേക്കും മരിയനെ കാണുന്നുണ്ട്. മരിയ ദേഷ്യത്തോടെ മനോഹറിനെ നോക്കുവാട്ടോ. എന്താണ് നോക്കണെന്ന് ചോദിക്കുമ്പോ, നീ എന്നെ ചതിച്ചു അല്ലേ? ഹോ പിന്നെ നീ എന്താണ് വെച്ചാൽ നിനക്ക് മാത്രമേ ചതിക്കാനുള്ള കഴിവുള്ളൂന്നോ? ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചതിക്കാൻ സാധിക്കൂടാ, പക്ഷെ പെണ്ണുങ്ങളെ അത് പുറത്തു പറയില്ല. ഇതുപോലെ അങ്ങനെ സമൂഹം എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിട്ടെ പെണ്ണുങ്ങൾ ആരും ഒന്നിലും ഇടപെടില്ലെന്ന് നീ വിചാരിച്ചോ? പക്ഷെ ചില പെണ്ണുങ്ങൾ ഉണ്ടടാ, ഇതുപോലെ ഉരുമ്പിട്ടിറങ്ങിയാൽ നിന്നെ പോലത്തെ ആണുങ്ങൾ ഇതുപോലെ ജയിലിൽ കിടക്കും എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും കൂടെ അവിടെ സന്തോഷത്തോടു കൂടി തന്നെ പോകുകയാണ്. പിന്നീട് മനോഹറിനെ കോടതിയിലേക്ക് കയറ്റണം. അത് പിറ്റേ ദിവസം തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നുണ്ട് മനോഹറിന്. ആ സമയത്ത് മനോഹർ ആകെ നാണോ ഇങ്ങനെ പത്രക്കാരും ടിവിക്കാരും ഇങ്ങനെ നിരം നിൽക്കണം. മനോഹർ ഒരു കർച്ചീഫ് വെച്ചിട്ട് മുഖം ഇങ്ങനെ മറച്ചിട്ടാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ കോടതിയില് മനോഹറിനെ ഇങ്ങനെ വിചാരണ ചെയ്യാണ്. മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തെളിവടക്കം തന്നെ കല്യാണിയും കിരണും അവിടെ
പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹർ ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ വീർത്ത് കുളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ജഡ്ജി പോലും മനോഹറിനെ കളിയാക്കുവാണ്. മൂന്നാർ മുരുകൻ, എടാ നീ എത്ര കെട്ടിയിട്ടിടാ എന്ന് ചോദിക്കുമ്പോ മനോഹർ ഒന്നും മിണ്ടുന്നില്ല. അവനെ തന്നെ എണ്ണാൻ കഴിയില്ല എന്നിങ്ങനെ പറയാണ് നമ്മുടെ വക്കീല്. ശേഷം നിനക്ക് എത്ര കുട്ടികൾ ഉണ്ടിടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അതും മനോഹറിന് അറിയില്ല. അപ്പോഴേക്കും കോടതി പറയുന്നുണ്ട്, എന്തായാലും ഇതുപോലത്തുള്ളവനെ പുറത്തു വിടാൻ പറ്റില്ല, അതുകൊണ്ട് മനോഹർ തന്നെ മൂന്നാർ മുരുകനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മനോഹർ ആകെ ഷോക്കായി പോകട്ടോ. അങ്ങനെ മനോഹർ ജയിലിലേക്ക് പോവാണ്. അതേ ജയിലിൽ തന്നെയാണ് നമ്മുടെ രാഹുലും വിക്രമും ഗംഗപ്രസാദൊക്കെ ഉള്ളത്. അങ്ങനെ അവിടേക്ക് എത്തുമ്പോഴേക്കും പിന്നെ രാഹുലിന്റെ പണിയായി. കാരണം രാഹുൽ മനോഹറിനെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇങ്ങനെ കൊല്ലാനായിട്ട്. അതേസമയം രാഹുൽ വേറൊരു സത്യം കൂടി ജയിലിൽ വെച്ച് അറിയാൻ പോവാണ്. കാരണം മനോഹർ ജയിലിലേക്ക് വരുമ്പോഴേക്കും ഗംഗപ്രസാദും മനോഹർ തമ്മിലുള്ള നേരത്തെയുള്ള ബന്ധം രാഹുൽ അറിയും. അതറിയുമ്പോ ഗംഗപ്രസാദിനോട് രാഹുലിന് ഒരു ദേഷ്യം തോന്നും. കാരണം താൻ ഇത്ര നാളോ എന്നൊക്കെ പറഞ്ഞു മനോഹറിനെ കൊല്ലണം, മനോഹറിനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴൊന്നും ഗംഗപ്രസാദ് ഒന്നും മിണ്ടിയില്ല. പക്ഷെ മനോഹറിനെ ഏറെ കുറെ അവിടെ സപ്പോർട്ട് ചെയ്യണതൊക്കെ തന്നെ നമ്മുടെ ഗംഗപ്രസാദ് എന്നുള്ള കാര്യം രാഹുൽ മനസ്സിലാക്കാണ്. അത് മനസ്സിലാക്കുന്നതും രാഹുലിനെ ഗംഗപ്രസാദിനോടും വല്ലാത്തൊരു ദേഷ്യം തോന്നുവാട്ടോ. അതിനുശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയും കിരണിനെയും തന്നെയാണ്. അവരാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ സരയുവിനുമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുവാട്ടോ. അങ്ങനെ സരയുവിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു കാര്യവും കിട്ടുന്നില്ല. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇതുവരെട്ട് അവളെ കുറിച്ച് ഒരു അറിവില്ലെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്കും സംശയമുണ്ട് കല്യാണി എന്ന് പറയാണ്. എന്താ കിരണേട്ട? അല്ല അവിടെ നിന്നും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുന്നു എനിക്ക് സംശയമാണ്. അല്ല ബീച്ചിന്റെ സൈഡിലൊക്കെ പോലീസുകാർ അന്വേഷിച്ചല്ലേ? അതെ അന്വേഷിച്ചാണ്, പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ അടുത്തുള്ള CCTV ക്യാമറയൊക്കെ പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും അവൾ പതിഞ്ഞിട്ടില്ല. അവൾ ഏത് വണ്ടിയിലാണ് പോയെന്ന് അറിയില്ലല്ലോ, സ്വന്തം വണ്ടിയിലല്ലല്ലോ. അപ്പൊ അതിലെ കൂടെയൊക്കെ എത്രയോ വണ്ടികൾ പോവാണ്, ഇതുപോലെ ടാക്സിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് അവൾ ഏത് വണ്ടിയിലാണ് എങ്ങനെയാണ് പോയത് എവിടെയാ പോയത് ഒന്നും അറിയില്ല. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. മരിയ അവളെ കണ്ട സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ അവളെ ഫോളോ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ തന്നെ മരിയ പറയുകയാണെങ്കിൽ നമുക്ക് അവളെ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കായിരുന്നു. ഇതിപ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയാണ്. അപ്പോ കല്യാണി പറയണ ആ കൺമണി മോളുടെ കാര്യം എന്തായാലും അവളുടെ അച്ഛൻ ജയിലിൽ തന്നെ പുറത്തിറങ്ങില്ല. അമ്മ അസുഖമായിട്ട് അവളുടെ കൂടെ ഉണ്ടാവുമെന്നെങ്കിലും ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോ കൺമണി മോളുടെ കാര്യം അവതാരത്തിലായാലും കിരണേട്ട എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, എല്ലാ കല്യാണി നിനക്കൊരു ആഗ്രഹം എന്നില്ലേ കല്യാണി മോളെ സ്വന്തം മകളായിട്ട് വളർത്തണം, അവളെ നല്ല കുട്ടിയായിട്ട് വളർത്തണമെന്ന്. ഇപ്പൊ അതിനുള്ള അവസരം കൂടിയാണെന്ന് വിചാരിച്ചോളൂ. ചിലപ്പോ ദൈവമായിട്ടായിരിക്കും കല്യാണി ഇങ്ങനെയൊക്കെ വരുത്തിയത്. എന്തായാലും ശിക്ഷ അവൾക്ക് കിട്ടണം. കാരണം അവൾ തെറ്റ് ചെയ്താണ്. പക്ഷെ മരണം എന്നൊരു ശിക്ഷ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കൺമണി മോള് അവൾ നല്ലൊരു ജീവിതം നയിക്കേണ്ട പെൺകുട്ടിയാണ്. അവളുടെ അച്ഛനെ എങ്ങനെ ആയിക്കോട്ടെ അമ്മ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അവൾ ഒന്നറിയാതെ ഈ ഭൂമിയിൽ ജനിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നമുക്ക് വളർത്താൻ കഴിയണേ നമ്മുടെ മകളായിട്ട്. കാരണം അവൾക്ക് ഈ സമയത്ത് എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ അല്ല നിൽക്കേണ്ടത്, നമ്മുടെ കൂടെയാണ്. നമ്മുടെ മകന്റെ കൂടെ തന്നെ അവളും വളരണം. നമ്മുടെ മകന്റെ ഒരു കൂട്ടായിട്ട് അവൾ ഉണ്ടാവണം. നമ്മുടെ സ്നേഹമാണ് അവൾ ഈ പ്രായത്തിൽ അറിയേണ്ടത്. അച്ഛനും അമ്മയായിട്ടും അവൾ നമ്മളെ വിളിച്ചോട്ടെ, നമ്മളെ കണ്ടോട്ടെ. അവൾ അച്ഛാന്ന് എന്നെ വിളിച്ചോട്ടെ, അമ്മയെന്ന് നിന്നെ വിളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ കല്യാണിക്ക് സന്തോഷമാവും. ഞാൻ ഇത് ഒരുപാട് ആഗ്രഹിച്ചതാണ് കിരണേട്ട. അവള് അവിടെ നിർത്തണേക്കാളും നല്ലത് ഇവിടെ നിർത്തണതാണ്. അല്ല തന്റെ അമ്മക്ക് അവളെ നോക്കാൻ ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ, താരാന്റി വരും, പിന്നെ ഷാരി ആന്റിയും വരുമൊക്കെ ചെയ്യുമല്ലോ എന്ന് പറയണം. അങ്ങനെ നല്ല അടിപൊളി ഭാഗങ്ങളായിട്ട് കാണാൻ പോണത്. വീക്കെൻഡ് പ്രൊമോ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. മനോഹറിന്റെ അഭിനയം ഒരു രക്ഷയില്ലാത്ത ഒരു വീക്കെൻഡ് പ്രൊമോ തന്നെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.